ജയറാമിന്റെ ഒക്കെ ഈ 6-ാം മൈലിൽ എന്നുവെച്ചാൽ അടുത്തോട്ട് വരാതിരിക്കാൻ ഭരതനങ്ങൾ നല്ലോണം ഹഗ് എന്ന് പറയും. മറുപടി ഞാൻ ഇങ്ങനെ നിൽക്കും. അയ്യ അങ്ങനെ നിൽക്കില്ലേ എനിക്ക് ഭർത്താവിനോട് സ്നേഹമില്ലെന്ന് തോന്നും. അപ്പൊ കഴിയുന്നത് ഇങ്ങനെ ആക്കിക്കൊണ്ട് കൂടുതൽ അടുത്തോട്ട് പോകുമ്പോ ഡയറക്ടറല്ലേ അത്രയും ടേക്ക് നല്ലോണം കിട്ടട്ടെ എന്ന് പറഞ്ഞ് അഗ്ഗിയാൻ പറയും. ഈ നഖം കൊണ്ട് ഇങ്ങനെ കുത്തി ഇങ്ങനെ എടുക്കും. സാർ എന്നെ കുത്തുന്നു സാർ, പറഞ്ഞിട്ടാ എന്നെ കുത്തുന്നു ഈ കുട്ടി, വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപാട് കഷ്ടപ്പെട്ടു. അല്ല അവർക്കറിയാം അത് പറഞ്ഞുകൂടെ, ഇപ്പൊ ഡയറക്ടർ അടുത്ത് പറഞ്ഞുകൂടെ അഭിനയിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ എന്തിനാ ഉപദ്രവിക്കുന്നത്. എങ്കിലും ഇത്ര പേര് അഭിനയിച്ചില്ലേ, ഇപ്പോഴും ആളുകൾ പറയുന്നുണ്ടല്ലോ മാമിന്റെ കൂടെ ഇനിയും അഭിനയിക്കണം, ഇനിയും സിനിമകൾ ചെയ്യണം എന്ന് പറയില്ലേ. അതുപോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിൽ എനിക്ക് ഇന്നാളുടെ കൂടെ ഇനിയും സിനിമകൾ ചെയ്യണം അങ്ങനെയുണ്ടോ? എനിക്ക് എന്ന് വെച്ചാൽ മുകേഷ് ചേട്ടനോടെയും ശ്രീനേട്ടൻ്റെ കൂടെയും കൂടുതൽ കോമ്പിനേഷൻ ചെയ്യാൻ ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഹ്യൂമറിന്റെ ഒരു പ്രത്യേക തലത്തിലുള്ളവരാണ്. എല്ലാവരുടെ കൂടെയും വർക്ക് ചെയ്യുന്നത് നമുക്ക് സന്തോഷമേ ഉള്ളൂ, എല്ലാവരുടെ കൂടെയും. പക്ഷെ ഇവർ രണ്ടുപേരുടെയും മുകേഷ് ചേട്ടനൊക്കെ നിന്നിടത്ത് നിന്ന് കിലോമീറ്റർ ഓടും, അനങ്ങത്തില്ല. ഓട്ടം കണ്ടിട്ടില്ലേ മുകേഷ് ചേട്ടൻ? നമ്മൾ പ്രൊഫൈൽ ശ്രദ്ധിച്ചാൽ ചിരിച്ചു കൊണ്ടിരിക്കും, ഒന്നും സംസാരിക്കണ്ട, ഒരു വകയും സംസാരിക്കണ്ട, ഓടിയാ മതി. അത്ര നല്ലൊരു ബോഡി ലാംഗ്വേജ് ഒക്കെയാണ്. ഹ്യൂമറിന്റെ ടൈമിങ് എത്രയാണ്. അതുപോലെ സീനിയേട്ടനും ഇതൊരു സാറേ ഈ മുറിയിൽ നല്ല കാറ്റ് വരും, എനിക്ക് അത്രയ്ക്ക് കാറ്റ് വേണ്ട, നീ എപ്പോ വന്നു എപ്പോ പോകുന്നു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. ലോകത്താരും ചോദിക്കത്തില്ല അങ്ങനെ ഒരു വിശേഷം, ആരും ചോദിക്കത്തില്ല. അത് ഇവിടുന്ന് മാത്രം സംസാരിക്കും. പിന്നെ തലമുദ്രത്തിൽ കണ്ടില്ലേ, വാ കൊണ്ട് വണ്ടി ഓടിക്കും. ഈ സ്റ്റിയറിംഗ് വളയുന്ന പോലെ ഈ വായിട്ടുണ്ട്. ഇപ്പുറത്തോട്ട് പറയുമ്പോ ഉഗ്രൻ ടൈമിങ് ആക്ടറാണ് സീനിയേട്ടൻ. അവരുടെ കൂടെ ഒക്കെ എത്ര കൂടുതൽ വർക്ക് ചെയ്യണം, അതാണ് അങ്ങനെ ഒരു സന്തോഷം. ഈ കൗണ്ടേഴ്സ് പറയുന്ന തമാശ പറഞ്ഞാലും കൂടെ നമ്മൾ ഓപ്പോസിറ്റ് സംസാരിച്ചാൽ നമുക്ക് ടേക്ക് കുറെ പോകും ചിരിച്ചിട്ട്. ഞാൻ എല്ലാത്തിന്റെ ശ്രീനേട്ടന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോ അതും മുകേഷ് ഉണ്ടോ അതെ തലയുടെ മന്ത്രത്തിൽ ഞാൻ ചിരിച്ചിട്ട് സത്യമായിട്ട് ഞാൻ ചീത്ത കേട്ടിട്ടുണ്ട്. കാരണം ചിരിച്ച എനിക്ക് തോള് ആടുന്നത് മാത്രമല്ല കടലിൽ കൂടെ വെള്ളം വരും. എനിക്കും മിനിച്ചേച്ചിക്കും കരച്ചേച്ചിക്കും ഉള്ള പ്രശ്നമാണ് അത്. അപ്പൊ ചിരിക്കുന്ന സീൻ കരയുന്ന സീൻ പോലെ ആയിപ്പോ ഋഷ കണ്ണ് തുറക്കും. തമാശ പറയുന്നതാണ് നന്നായിട്ട് തമാശ എൻജോയ് ചെയ്യല്ലോ. എനിക്കത് ഒരു രക്ഷയില്ല. ചിരി വന്നു കഴിഞ്ഞാൽ പിന്നെ ടേക്ക് ആ ചിരി ഇവിടെ നിൽക്കും, ചിരി മസിൽ ഇവിടെ കയറി നിൽക്കും. ഈ ബസ്സിൽ ഇറങ്ങത്തില്ല പിന്നെ. നല്ല എപ്പോഴും എന്താ പറയുക, അങ്ങനെ ഭയങ്കര നല്ല ഓർമ്മകളും നല്ല സംഗതികളും അവരോടുള്ള വർക്കൊക്കെ. എനിക്ക് പഴയ ഒത്തിരി ആളുകളുടെ കഥകൾ പറയുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത നേരിട്ട് ആളുടെ കഥകളൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്, ഇത് പണ്ട് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അറിയാനോ കേൾക്കാനോ. അങ്ങനെ ഒരു ഭാഗ്യമില്ലേ അതിപ്പോ ഇപ്പോഴത്തെ ജനറേഷൻ ആളുകൾക്ക് അത് പറഞ്ഞേക്കാൻ തീർച്ചയായിട്ടും